തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായതിനു പിന്നാലെ 5 മരണങ്ങൾ സ്ഥിരീകരിച്ചതിൽ ആരോപണവുമായി ബന്ധുക്കൾ. തീപിടുത്തമുണ്ടായപ്പോൾ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റിയതാണ് മരണത്തിന് കാരണമെന്ന് നെയ്യാറ്റിൻകര സ്വദേശി സനീഷിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇവൻ ആക്സിഡന്റ് പറ്റിയിട്ടേ ഇത്തിരി ക്രിട്ടിക്കലായിരുന്നു. ഈ സർജിക്കൽ ഐസിയിലായിരുന്നു, വെന്റിലേറ്ററിൽ. മരിക്കുന്നതിന് ഒരു 3-4 ദിവസത്തിന് മുമ്പ് അവര് പൊടിയരി കഞ്ഞി അടിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊടുക്കുമായിരുന്നു. തീ പിടിച്ചതിന്റെ പിറ്റെന്നാണ് ഇവൻ മരിക്കണേ. അന്ന് ഇവനെ ഈ എല്ലാരും കൊണ്ടുപോകണ ഇവനെ കാണാനില്ല. അങ്ങനെ പിള്ളേരാകെ പരിഭ്രാന്തരായി. ഒടുവിൽ ഒരു ഒച്ചയോടെ അടുത്താണ് ഇവനെ MIC കൊണ്ടുപോയി. ആ MIC കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പിന്നെ വേറെ ഒരറിവും ഇല്ല. പിറ്റേന്ന് രാവിലെ ഡോക്ടർ പറഞ്ഞ് അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞെന്ന്. അന്ന് വൈകിട്ട് രാത്രി മരിച്ചു എന്ന് പറഞ്ഞു. ഇത് തന്നെ നമ്മൾ അറിഞ്ഞത്. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ജിബിൻ, ഇത് വലിയ ആരോപണമാണ്. ഈ കുടുംബത്തിന്റെ ആരോപണം പ്രധാനമായും വെന്റിലേറ്റർ മാറ്റിയതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്നുള്ളതാണ്. മറ്റ് 4 മരണങ്ങൾ അത് എന്തുകൊണ്ടാണെന്ന് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരണം നൽകുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ആരോപണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ വെന്റിലേറ്ററിൽ ചികിത്സയിലുണ്ടായിരിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്ത നെയ്യാറ്റിൻകര അമരവിള കുഴിച്ചാണ് സ്വദേശിയായിട്ടുള്ള സനീഷിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. അതിൽ മെഡിക്കൽ കോളേജ് ICUവിൽ തീപിടുത്തം ഉണ്ടായ സമയത്ത് സനീഷാണ് അവിടെ വെന്റിലേറ്ററിൽ ചികിത്സയിലുണ്ടായിരുന്നത്. ഈ വെന്റിലേറ്ററിൽ നിന്നാണ് തീയും പുകയും ഉയരുന്നത് കാണുകയും പിന്നീട് രോഗികളെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ വെന്റിലേറ്ററിലായിരുന്ന രോഗി അവിടെ നിന്ന് മാറ്റുന്ന സമയത്ത്, അതായത് ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് വെന്റിലേറ്റർ വിച്ഛേദിക്കുകയും തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാതെ ഉച്ചയോടുകൂടിയാണ് MIC മാറ്റിയതെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. മണിക്കൂറുകൾക്കകം ഈ ചികിത്സയിലുണ്ടായിരുന്ന ICUവിൽ അന്ന് ചികിത്സയിലുണ്ടായിരുന്ന 5 പേരുടെ മരണം സ്ഥിരീകരിച്ചതായി പോലീസ് സനീഷിന്റെ കുടുംബം പറയുന്നുണ്ട്. സനീഷ് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റാണ് ചികിത്സയിലുണ്ടായത്. ഈ മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടാകുന്നതിന് 4 ദിവസം മുൻപ് തന്നെ സനീഷ് തിരികെ ജീവിതത്തിലേക്ക് വരികയും സനീഷ് ബന്ധുക്കളോടൊക്കെ സംസാരിക്കുക, അതുപോലെ തന്നെ ഈ പൊടിയരി കഞ്ഞിയൊക്കെ വാങ്ങി കുടിക്കുകയും ചെയ്യുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാവുകയും തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാതെ, അല്ലെങ്കിൽ ഈ വെന്റിലേറ്ററിന്റെ സഹായം വിച്ഛേദിച്ചതോടുകൂടിയാണ് ആരോഗ്യസ്ഥിതി വീണ്ടും മൂർച്ഛിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും കുടുംബം നിലവിൽ പരാതി നൽകിയിട്ടില്ല. കുടുംബം ഈ സനീഷിന്റെ ബന്ധുക്കളാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിട്ടുള്ളത്. അവർ ഇനി മെഡിക്കൽ കോളേജ് അധികൃതർക്ക് പരാതി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കുടുംബം എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ 5 പേരുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് പരാതികൾ ഉയർന്ന സമയത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല. ഉടൻ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായി മണിക്കൂറുകൾക്കകമാണ് ഈ 5 മരണം സ്ഥിരീകരിച്ചതെന്നാണ് പറയുന്നത്. മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടാകുന്നത് മാർച്ച് 17-ാം തീയതി രാവിലെ 9 മണിയോട് കൂടിയാണ്. തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെയാണ് സനീഷിന്റെ മരണം സ്ഥിരീകരിക്കുകയും ബന്ധുക്കളെ വിവരം ഡോക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ബൈക്കിൽ നിന്ന് വീണ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു സനീഷ് എന്ന 38 വയസ്സുകാരൻ. അതുപോലെ ഓട്ടോ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആയൂർ സ്വദേശി കൃഷ്ണൻകുട്ടി, കാർ ഓട്ടോയിൽ ഇടിച്ച് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ റഹീം, വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ചിറയൻകീഴ് സ്വദേശി ഓമനാമ, ബാലരാമപുരം സ്വദേശി ശ്രീധരൻ, ഇങ്ങനെ 5 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും പരാതി എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായ സമയത്ത്, ICUവിൽ തീപിടുത്തം ഉണ്ടായ സമയത്ത് വെന്റിലേറ്ററിലും ICUവിലും ഉണ്ടായിരുന്ന രോഗികൾക്ക് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വെന്റിലേറ്ററിന്റെ സേവനങ്ങൾ ലഭിച്ചിരുന്ന സ്ഥലത്ത് അത് വിച്ഛേദിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. തുടർന്ന് അവിടെ നിന്ന് രോഗികളെ ഷിഫ്റ്റ് ചെയ്തുവെങ്കിലും ഈ വെന്റിലേറ്ററിന്റെ സഹായമൊക്കെ തന്നെ ഉറപ്പുവരുത്തതിന് കാലതാമസം നേരിടുകയുണ്ടായി. ഇങ്ങനെയാണ് ഈ വെന്റിലേറ്ററിലും ICUവിലും ചികിത്സയിലുണ്ടായിരുന്ന രോഗികൾക്ക് രോഗം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായതെന്നാണ് എന്തായാലും ഈ ബന്ധുക്കൾ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ പ്രതികരണം ഉണ്ടായാലും മതിയാവും. നിലവിൽ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഒരു പ്രതികരണമോ ലഭിച്ചിട്ടില്ല. ജിബിൻ JB വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.